we started a podcast. Wait, what? Podcast. Oh, yeah, we're taking a shot. We are TS Classroom. Future Student Therapy. Come join the ride. TS, let's go. TS, in the show. TS, here we roll. TS, now you know. TS, let's go. TS. ഹായ്, വെൽക്കം ടു TS പോഡ്കാസ്റ്റ്. ഇത് നമ്മുടെ 3ാമത്തെ എപ്പിസോഡാണ്. ഞങ്ങൾ കുറച്ച് വൈകിയല്ലേ വരാനായിട്ട്. കുറേ ടെക്നിക്കൽ ഗ്ലിച്ചസ്, പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളുടെയൊക്കെ പരീക്ഷ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. സോ വി അപ്പോളജൈസ് ഫോർ ദാറ്റ്. പിന്നെ എന്നെ അറിയാമല്ലോ, ഞാൻ ലയന ഗോപിനാഥ്. പണ്ട് ഒരു ടീച്ചറായിരുന്നു, പക്ഷേ ഇപ്പോൾ ടീച്ചറെന്ന് പറയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലാത്തൊരു വ്യക്തിയാണ്. ഇന്ന് നമ്മുടെ കൂടെ ആരാണുള്ളതെന്നറിയാമോ? എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ പഴയ സ്റ്റുഡൻറ്റുമായിരുന്ന ഗൗരി നന്ദൻ. ഗൗരി നന്ദനെ പറ്റി പറയുകയാണെങ്കിൽ, സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ സ്വന്തമായിട്ട് ഓരോ പരിപാടികൾ കണ്ടുപിടിച്ച്, സ്വന്തമായിട്ട് ആപ്പ്, സ്വന്തമായിട്ട് ഓരോ ബിസിനസ് ഐഡിയാസ്, അങ്ങനെ ഒരിക്കലും ഈ കുട്ടി വെറുതെ ഇരുന്നിട്ടില്ല. അവൻ്റേതായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സൃഷ്ടികൾ അവനിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ആക്റ്റീവാകിയിരിക്കും. ജീവിതത്തിൽ അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഐ ഹാവ് നെവർ സീൻ ഹിം ക്രൈ, ഐ ഹാവ് നെവർ സീൻ ഹിം ഡിപ്രസ്ഡ് ഒക്കെ ആവുമായിരിക്കാം. പക്ഷെ എന്നാലും ഹി വാസ് ഓൾവേസ് പോസിറ്റീവ്, ഹി ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ പിന്നെ ഇപ്പോഴും ഉള്ള പരിമിതികളിൽ നിന്നും മാക്സിമം ഹൈറ്റ്സിലോട്ട് എത്താൻ ആഗ്രഹിക്കുന്ന ഏത് അംബീഷ്യസ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ പോലെയും അതിലൊന്ന് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റുമായ ഗൗരി നന്ദൻ. വെൽക്കം ഗൗരി നന്ദൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സ്കൂൾ മെമ്മറീസ്, വെദർ ഇറ്റ് ഈസ് എന്താണ് പ്രഷ്യസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്കൂൾ മെമ്മറീസ്. ഞാൻ അങ്ങോട്ട് എന്നോട് നടക്കാം. എങ്ങനത്തെ സ്കൂൾ മെമ്മറീസ് ആണ് ഗൗരിക്കുള്ളത്? എനിക്ക് സ്കൂൾ മെമ്മറീസ് എന്ന് പറയുമ്പോൾ ലൈക്ക് കോളേജ് എനിക്ക് കൊറോണ ടൈമിലാണ് എൻ്റെ സ്റ്റാർട്ടിങ് കോളേജ്. അപ്പം കോളേജ് എനിക്ക് അത്ര നല്ലൊരു എക്സ്പീരിയൻസ്, എല്ലാം വെർച്വലായിരുന്നു സ്റ്റാർട്ടിങ്. ലൈക്ക് ഫ്രം ഫസ്റ്റ് ഇയർ തൊട്ട് പിന്നെ സെക്കൻഡ് ഇയർ തൊട്ടാണ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് മിങ്കിളായി തുടങ്ങിയത്. പക്ഷെ സ്കൂൾ ലൈഫ് എന്ന് അതാണ് ആ കൂടെ എനിക്ക് നല്ല ചെറിഷിങ് ഉള്ളതെന്ന് പറഞ്ഞാൽ സ്കൂൾ ലൈഫാണ്. എന്ന് വെച്ച് ലൈക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. എൻ്റെ സ്കൂളിൻ്റെ ഒരു റെസ്ട്രിക്ഷനിൽ നിന്ന് നമ്മൾ നല്ലതായിട്ട് എൻജോയ് ചെയ്താണ് പോയത്. പിന്നെ ഞാനൊരു ആവറേജ് അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടോ ആണോ എന്ന് വെച്ചാൽ അങ്ങനെ ആക്റ്റീവും അല്ല, എന്നാൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാളുമല്ല. അപ്പം ആ ഒരു റെസ്ട്രിക്ഷൻ നിന്ന് എൻ്റെ സ്കൂൾ ലൈഫ് നല്ല രസമായിരുന്നു. എസ്പെഷ്യലി എൻ്റെ എനിക്ക് ഏറ്റവും നല്ല മെമ്മറീസ് എന്ന് പറയുന്നത് 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഒരു 12th വരെയാണ്. അപ്പം എൻ്റെ കുറേ നല്ല ഫ്രണ്ട്സും പിന്നെ ഒരു വേറൊരു യൂണിവേഴ്സ് പോലെയാണ് നമ്മൾ സംസാരിക്കുന്നതും. ബാക്കിയുള്ളവർ സിനിമ കഥയും റിലേഷൻഷിപ്പിലും സംസാരിക്കുമ്പോൾ നമ്മളിവിടെ ഗൂഗിളും ആപ്പുകളോട് സംസാരിച്ചു. പിന്നെയാണ് മനസ്സിലാക്കി അങ്ങനെ ഒരു മിസ്സിംഗ് ഉണ്ട്. നമ്മൾ അതൊക്കെ സംസാരിച്ചില്ലല്ലോ എന്നുള്ളൊരു മിസ്സിംഗ്. പിന്നെ കോളേജ് ലൈഫിൽ നമുക്ക് എല്ലാവർക്കും, എൻ്റെ കൂടെ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഉണ്ട്. കാരണം ലൈക്ക് ഇപ്പോഴത്തെ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ പറയും, ഇപ്പം ഞാൻ നമ്മളെല്ലാം മൊണ്ണാളാണ്, സർട്ടിഫൈഡ് മൊണ്ണാളാണെന്ന് പറയും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ പറഞ്ഞതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ എന്തായിരിക്കും സംസാരിക്കുന്ന ടോപ്പിക്ക്? Will they be discussing about Google? Will they be discussing about other things? അവര് സംസാരിക്കാനിടയുള്ള ടോപ്പിക് എന്തായിരിക്കും? അല്ല, ഒരു 90% എനിക്ക് തോന്നുന്നു അവരുടെ ബേസിക് ആയിട്ടുള്ള എന്താ പറയാ, കുറച്ച് കുസൃതിയൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുക. കുൽസിത ചിന്തകൾ. ഓക്കെ, ഇതൊക്കെ മെമ്മറീസ് ആയിട്ട് വരുമ്പോ അപ്പം ഇതൊക്കെ ആലോചിക്കുന്നത് ഈ ടെക്നോളജിക്കലി നിങ്ങൾ സംസാരിച്ച ടോപ്പിക്സ് മാത്രമാണോ? അല്ല, പിന്നെ ഓരോരുത്തരുടെ കുറിച്ച് പിന്നെ നമ്മള് പലരും ഇപ്പം ഈ സമയത്ത് നമ്മൾ പറയുമല്ലോ, പെൺകുട്ടികളാണ് ഗോസിപ്സ് പറയാറുള്ളത്. അങ്ങനെയല്ല, ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗോസിപ്സ് പറയുന്നത്. അവസാനം സമ്മതിക്കേണ്ടി വന്നു. നമ്മളാണ് ഏറ്റവും സയന്റിഫിക് ആയിട്ട് ഗോസിപ്സ് പറയുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തെളിവുകൾ കണ്ടുപിടിച്ച് ഭയങ്കര രസമാണ്. നമുക്ക് ഗോസിപ്പ് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന നമുക്ക് ഗോസിപ്പാണെന്ന് തോന്നുന്നു, പക്ഷെ നമുക്കറിയാം നമ്മൾ നല്ല ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി തൊട്ട് ഇങ്ങനത്തെ ഗോസിപ്പ് കാരണം നിങ്ങൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടോ? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങൾ കാരണം വിഷമിക്കാൻ ആയിട്ടുണ്ടോ? ഗോസിപ്പല്ല, ലൈക്ക് നമ്മളാ ചില സമയത്താണ് നമ്മൾ ആ പ്രായത്തിന് മെച്ചൂരിറ്റിയുടെ ഒരു പ്രശ്നമാണെന്ന് അറിയത്തില്ല. ലൈക്ക് നമ്മൾ ചില കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഇപ്പോഴാണെങ്കിൽ നമ്മൾ അങ്ങനെ സംസാരിക്കും. ഇപ്പോൾ ഒരാളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെങ്കിൽ അയാളെടുത്ത് തന്നെ അന്ന് അങ്ങനെ നമുക്ക് ഓക്കെ അവനങ്ങനെ എന്ത് ചിന്തിക്കും, പിന്നെ ഇപ്പൊ നമുക്ക് അറിഞ്ഞുകൊണ്ടാണ് അവൻ കളിയാക്കണമെന്ന് പറയാം. അന്ന് അറിഞ്ഞുകൂടാതെ. അപ്പൊ അവൻ ആ സമയത്ത് എന്ത് ലൈക്ക് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവന് ഏതാണ് റൈറ്റ് ഓർ റോങ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ കൂട്ടത്തോടെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ലൈക്ക് അപ്പൊ അതായത് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ തലയിട്ടിരുന്നു. ഇട്ടിരുന്നു, ആവശ്യത്തിന് അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു.
ഒരുപാടല്ല, അത് അങ്ങനെ ഇട്ടത് കൊണ്ട് എനിക്ക് തോന്നുന്നത് അയാൾക്ക് എനിക്കറിയാവുന്നതുകൊണ്ട് അയാൾക്ക് ഗുണമാണ് ഉണ്ടായതെങ്കിലും അത് ഇപ്പോഴത്തെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു മോറലി നോക്കുകയാണെങ്കിൽ ഒരു പക്വത വന്നു എന്നല്ലേ അർത്ഥം. ജീവിതാനുഭവങ്ങളിൽ നിന്ന് നേടിയെടുത്തിട്ട് അതായത് ഇന്ന കാര്യങ്ങൾ ഇതൊക്കെയല്ലേ സ്കൂൾ ലൈഫ്. നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് സ്കൂളിൽ നിന്നല്ലേ. ഇന്നത് ചെയ്യാൻ പാടില്ല, അത് തെറ്റ് ചെയ്ത് നോക്കി വി ഹാവ് ഡൺ മിസ്റ്റേക്സ്, ദെൻ വി റീറൈറ്റ് ദ മിസ്റ്റേക്സ്, ദെൻ വി മേക്ക് അപ്പ് ദ മിസ്റ്റേക്സ്, ആൻഡ് വി ആക്ച്വലി എന്താ പറയുക ബേൺ ഔട്ട് ദ മിസ്റ്റേക്സ്. സോ അങ്ങനെയുള്ളത്. ഇനി പേഴ്സണലി അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്, ബാക്കിയുള്ളവർ പണി തന്നിട്ടുള്ള അല്ലെങ്കിൽ ഗൗരിയെ വേദനിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറീസ്? വേദനിപ്പിച്ച മെമ്മറീസ് അങ്ങനെ എനിക്ക് അങ്ങനെ ഞാൻ ഭയങ്കര സ്കൂൾ ടൈമിൽ ഭയങ്കര കംഫർട്ട് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അനാവശ്യമായ പ്രശ്നങ്ങളിലോട്ട് പോകാറില്ല. ഞാൻ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഏറ്റവും ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ഒരു റൂൾ ഉണ്ടെങ്കിൽ അതിലൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആ റൂളിൽ കൂടെ ആർക്കെങ്കിലും പണി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ലൈക്ക് അപ്പുറത്ത് ലൈക്ക് ഇപ്പോൾ നമ്മൾ ഉടായ്പ വഴികളിലൂടെ അല്ലാതെ നമുക്ക് കറക്റ്റ് വഴി കൂടെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം പറഞ്ഞു. എനിക്ക് ഈ നിയമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ റൂളിൽ കൂടെ പണി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. അപ്പൊ അങ്ങനെ അന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ക്ലാസ്സിൽ എപ്പോഴും എനിക്ക് കോളേജിൽ വന്നപ്പോഴും മാറിയിട്ടില്ല, സ്കൂളിൽ വന്നപ്പോഴും മാറി ക്ലാസ് ലീഡർ പരിപാടി എപ്പോഴും ക്ലാസ് ലീഡർ ആയിരിക്കും. അപ്പം നമ്മൾ ഈ നിയമവശമായി അവരെ പണി കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ അന്ന് ആ സമയത്ത് കുസൃതിയായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഒരു സ്റ്റീരിയോ ടൈപ്പിൽ പഠിക്കുന്ന കുട്ടിയും ഈ പഠിക്കാത്ത കുട്ടി. ഇപ്പൊ നമ്മുടെ സ്കൂളിലാണെങ്കിലും അങ്ങനെ കുറെ കുട്ടികളുണ്ട്. അവര് പിന്നെ അതൊക്കെ മാറിയിട്ടുണ്ട്. കോളേജൊക്കെ ആയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല, എല്ലാവരുടെ അവസ്ഥ ഒരുപോലെയാണ് എന്ന് മനസ്സിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ ആ സമയത്ത് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈ ക്യൂസിനൊക്കെ പോവാന്നുള്ളത്. ആ സമയത്ത് പഠിക്കുന്ന പിള്ളേരെ മാത്രം വിടും. അപ്പൊ ഞാൻ ഭയങ്കര ഈ ടീച്ചറുടെ അടുത്ത് ഒരു ടീച്ചറാണ് എന്നെ ഏറ്റവും ഗൈഡ് ചെയ്തിട്ടുള്ള ആ ടീച്ചർ. ഞാൻ ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചു, ടീച്ചർ എന്തുകൊണ്ട് നമുക്ക് കൂടെ തന്നിട്ട്. പക്ഷെ ടീച്ചർ വളരെ പോസിറ്റീവായിട്ട് അപ്പൊ ആരെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വോളണ്ടിയർ വന്നു കഴിഞ്ഞാൽ ടീച്ചർ ഇടോ വേറെ ആ സ്റ്റെപ്പിൽ തന്നെ ടീച്ചർ നമ്മളെ ട്യൂഷനൊക്കെ വിട്ടു. അങ്ങനെ പിന്നെ നമ്മളായിരുന്നു പൊയ്ക്കൊണ്ട് നമ്മുടെ നിങ്ങൾ കയറി കഴിഞ്ഞപ്പോ അപ്പം അത് അങ്ങനെ അപ്പം ലൈക്ക് ഒരു അങ്ങനെയുള്ള അപ്പോഴൊക്കെ ഈ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വിഷമമായിരിക്കും. നമുക്കും പറ്റുമല്ലോ, ഇത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോഴാണ് ഒരു കാര്യമില്ല. സ്കൂളിൽ നിന്ന് പഠിച്ചൊരു ലെസൺ എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇരുന്നാൽ ഒന്നും വരത്തില്ല. നമ്മൾ ചോദിച്ച് ചില കാര്യങ്ങൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ആക്കിയത് ടീച്ചറാണ് വളരെ മാന്യമായിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ വളരെ മാന്യമായിട്ട് നമുക്ക് അത് കിട്ടും. അപ്പൊ സ്കൂൾ ലൈഫ് പൊതുവേ അങ്ങനെ സംഘടനകൾ നിറഞ്ഞതായിരുന്നില്ല, ഒരു സ്മൂത്ത് ഫേസിലോട്ട് പോയിരുന്നു. അക്കാഡമിക്കലി അത്ര സ്മൂത്ത് ആയിരുന്നില്ല. അക്കാഡമിക്കലി ഉള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്ര ഞാൻ വിചാരിച്ച പോലെ ചില കാര്യങ്ങളൊന്നും നടന്നില്ല. ലൈക്ക് ലാസ്റ്റ് +1 +2 ഒക്കെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഫോക്കസ് കിട്ടില്ല. പിന്നെ അല്ലാതെ ഉഴപ്പിന്റെ പേഴ്സണൽ ഇഷ്യൂസിന്റെ തലയിൽ മുഴുവനായിട്ട് ഇടാൻ എനിക്ക് ഇഷ്ടമല്ല. അല്ലാതെ ഉഴപ്പ് നമ്മുടെ ഇതിനേക്കാളും പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളവർ അന്നവിടെ ഉണ്ടായിരുന്നു. ഇതിനേക്കാളും വെച്ച് എനിക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഈ മാർക്കിന്റെ ഇഷ്യൂ അതൊക്കെ ഇപ്പൊ നോക്കുമ്പോൾ വലിയ വിഷയമല്ല. എന്നാലും അങ്ങനെ ഒരു സ്ട്രെസ് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു നോർമൽ സ്റ്റുഡന്റ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും സ്വീറ്റസ്റ്റ് മെമ്മറി സ്കൂളിലുള്ളതിനെ പറ്റി എന്താ പറയാൻ പറ്റുക? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് +1 നമ്മൾ കുറെ ഈവെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ക്രിസ്മസിന് നമ്മള് ഒരു ഡെക്കറേഷൻ പരിപാടി നമ്മൾ നല്ല രീതിയിൽ ഔട്ട് വന്നായിരുന്നു. നമ്മൾ ഞാനും എൻ്റെ ഫ്രണ്ട് രാഹുൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവനും നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് നല്ല രീതിയിൽ നല്ലൊരു ഔട്ട് വന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു ഗ്രാജുവേഷൻ സെറമണി +2 പോകുന്ന കുട്ടികൾക്ക് വേണ്ടി അതും നമ്മൾ കുറെ നമ്മുടെ ഒരു ഗ്യാങ് ഫുള്ള് ചെയ്ത് അതും നല്ലൊരു ഔട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അതിന്റെ ഇടയിലൊക്കെ നല്ലൊരു എന്താ പറയാ റാപ്പ് എല്ലാവരുമായിട്ട് നല്ല അതിനുശേഷമാണ് ഇങ്ങനൊരു സംഭവമൊക്കെ സ്റ്റാർട്ടപ്പും ലൈക്ക് നമുക്ക് ടീം വർക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. അപ്പം അതാണ് മെയിൻ ഒരു ടേണിംഗ് പോയിന്റ്. അങ്ങനെ ഒരുപാട് ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ചെയ്താലേ അതുള്ളൂ. അല്ലെങ്കിൽ അവിടെ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടൊന്നുമില്ല. അതിന്റെ ഒരു പോസിറ്റീവായിട്ട് അതെ, അങ്ങനെയുള്ളൊരു പ്രത്യേക സ്കൂളിൽ പഠിച്ചത് കൊണ്ട് നമ്മൾ ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കും. ഞാൻ കോളേജിലൊക്കെ പോയ സമയത്ത് കോളേജിൽ ഓൾറെഡി കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ അങ്ങനെ പഠിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഒരാൾ അവിടെ കാണും. അപ്പൊ ഗൗരിയുടെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് എന്താ പറയാ ഒരു പോസിറ്റീവ് മെമ്മറീസും ഉണ്ട്, പക്ഷെ നെഗറ്റീവായിട്ട് അങ്ങനെ കാര്യമായിട്ട് വലിയ മെമ്മറീസ് ഒന്നും ഇല്ല. വളരെ സ്മൂത്ത് ആയിട്ട് അത്യാവശ്യം
ഹാൻഡിൽ ചെയ്തു. അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ? അവിടുത്തെ ഫ്രണ്ട്സ് ഇപ്പൊ ഉള്ളൂ, അതാണ് സത്യം പറഞ്ഞാൽ. സ്കൂളിലായി സ്കൂൾ ഫ്രണ്ട്സ് ആണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. കോളേജ് ഫ്രണ്ട്സ് ഉണ്ട്, ലൈക്ക് അത് അത്രത്തോളം ഇത്ര നമ്മൾ ഇതായിട്ടില്ല, ലൈക്ക് ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് പോയിട്ടില്ല. ഒന്നോ രണ്ടോ ഒരു 3 പേരുള്ള എന്നല്ലാതെ. സ്കൂളിലെന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി അറിയാം. എന്റെ വീട് എന്റെ സ്കൂളിന്റെ പ്രത്യേകത എന്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് എല്ലാവർക്കും എന്റെ വീട്ടിൽ വരാം. ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ പോലും അവരെല്ലാം എന്റെ വീട്ടിൽ കറക്റ്റായിട്ട് വരാം. എന്റെ വീട്ടുകാർക്കും അറിയാം. അവർക്ക് നമുക്കൊരു ഫാമിലി ബോണ്ട്. ഇപ്പം എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ലൈക്ക് ഒരു ഫാമിലി പോലെയാണ്. അവരുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പോകും, എന്റെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്, നമ്മളങ്ങനെ ഒരു ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രണ്ട്സിനെ പോലെ, ബ്രദേഴ്സിനെ പോലെ. ഓക്കെ. അപ്പൊ ഈ സ്ട്രഗിൾസ് ഒന്നും അധികം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല? സ്ട്രഗിളിങ് പേഴ്സണൽ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും സ്കൂൾ ലൈഫിൽ എനിക്ക് ഒരു നെഗറ്റീവ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പെൺകുട്ടികളോട് സംസാരിക്കാനുള്ളൊരു ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ ഒരു പെൺകുട്ടികളായിട്ട് എനിക്ക് കണക്ഷൻ ഇല്ല. ഉണ്ടായിരുന്നത് 1-2 പേരുണ്ടെന്നല്ലാതെ അവരുമായിട്ട് പോലും ഞാൻ അങ്ങനെ. ഒന്നാമത്തെ കാര്യം, ഈ വാട്സപ്പിൽ ഇൻട്രോവേർട്ട് ആയ ഒരാളാണ്. ഇമോജികൾ ഇട്ട് തംസപ്പ് ഇട്ട് പലരും എന്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ വിളിച്ച് ഇങ്ങനെ എന്തിനാ തംസപ്പ് ഇടുന്നത്, മരണ വാർത്ത പറഞ്ഞാൽ ഞാൻ തംസം വിടുന്ന ടീംസ്. അതുകൊണ്ട് എനിക്ക് വാട്സപ്പ് ഭയങ്കര, എനിക്ക് കോൾ ആണെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാൻ എനിക്ക് അതിന്റെ ഒരു ഇതാണ്. അപ്പം എന്തുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ കൂടെ എന്ത് ഇമോഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പം പെൺകുട്ടികളോട് എനിക്ക് വിളിച്ച് സംസാരിക്കാൻ അങ്ങനെ ഒന്നും പറ്റത്തില്ല ഇപ്പോഴത്തെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഫ്രണ്ട്സ് അങ്ങനെ കിട്ടിയില്ല. എന്റെ കൂടെ ഉള്ളവർക്ക് പലർക്കും കിട്ടിയിട്ടില്ല. കാരണം പലരും ഈ അതേ ഒരു സ്റ്റേജിലൂടെ പോകുന്നത്. അത് എന്താണെന്ന് അറിയത്തില്ല. അല്ലാതെ എന്റെ സ്കൂളിങ്ങിന്റെ ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്കൂളിങ്ങിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നത് ജെൻഡർ ഇക്വാളിറ്റി പരിപാലിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. മേ ബി എന്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഈ എന്റെ ഗ്യാങ് അല്ലാതെ വേറെ ഗ്യാങ്ങിലുള്ളവർക്കൊക്കെ ഓക്കെ ആയിരിക്കും, കാരണം അവർക്കൊക്കെ കണക്ഷൻ കാണുമായിരിക്കും. എന്റെ ഗ്യാങ് പ്രത്യേകിച്ച് ഒരു നല്ല മനുഷ്യൻ. അതുപോട്ടെ, ബയോടെക്നോളജി ബയോകെമിസ്ട്രി അല്ലേ എന്റെ സബ്ജക്ട്, അതെടുക്കാനുള്ള കാരണം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബയോകെമിസ്ട്രി എന്ന സബ്ജക്റ്റിനെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ സബ്ജക്ട് ലോകത്തുണ്ടോ എന്ന് പറഞ്ഞാൽ അറിഞ്ഞത് ചുമ്മാ ലൈക്ക് +2 കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കൊറോണ ടൈമിൽ എക്സാം ക്യാൻസൽ ചെയ്തു. എൻ്റെ IP എക്സാം ആണ് ക്യാൻസൽ ചെയ്തത്. അതിനുശേഷം എന്ത് ചെയ്യണമെന്നുള്ള അടുത്തത് നീറ്റ് എന്നുള്ള പരിപാടിയുണ്ട്, പോയി എന്നുള്ളത് എനിക്ക് കൺഫേം ആണ്. ഞാനതും പോയി എഴുതി. അതിനുശേഷം പാരന്റ്സ് കാണണ്ട. പിന്നെ എന്റെ മനസ്സിൽ എനിക്ക് LLB എടുക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്, അതിപ്പോഴും ഉണ്ട്. ഇനി എടുക്കാം, സമയമുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അത് LLB എടുത്ത് അത് ചെയ്യണം. പക്ഷെ വീട്ടുകാർക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം LLB അവർ പറഞ്ഞത് കറക്റ്റാണ്, LLB എടുത്താലും എത്രത്തോളം അത് ഇപ്പം എനിക്ക് തോന്നുന്നു ഏത് ഡിഗ്രി എടുത്താലും ഇന്ത്യയിൽ വലിയ ഗുണമൊന്നുമില്ല. അപ്പൊ സ്കൂൾ ഇൻസ്പയർഡ് അല്ല ഇത്, അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു എക്സ്പോഷറിൽ നിന്നും കിട്ടിയ ഒരു എനിക്ക് ഓൺടർപ്രണർഷിപ്പ് ഭയങ്കര ഇഷ്ടം. ബിസിനസ് ചെയ്യണം, സ്റ്റാർട്ടപ്പ് ചെയ്യണം, അതിന് ഒരു ഡിഗ്രിയുടെ ആവശ്യം വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കിപ്പോഴും അതാണ്. ഡിഗ്രിയുടെ ആവശ്യം അതിന് വേണ്ട. എനിക്കറിയാവുന്ന ആർക്കും അതിന് ബേസ് ചെയ്ത് ഡിഗ്രി ഇല്ല. ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടുണ്ടാവുന്ന അതുകൊണ്ട് എനിക്ക് ഒരു എഡ്യൂക്കേഷൻ വേണം നമുക്ക്. അതല്ലെങ്കിൽ ഒരു പ്ലാൻ ബി സർവൈവൽ എപ്പോഴായാലും വേണം. അപ്പം അതിനാണ് ഞാൻ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ളത്. അപ്പം അത് കുറച്ചും കൂടെ നല്ല. ഇപ്പം എനിക്ക് വേണമെങ്കിൽ BBA അല്ലെങ്കിൽ അങ്ങനെ എടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് സയൻസിനോട് ഒരു ചെറിയൊരു താല്പര്യം, ബയോളജിയോട് താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു സുവോളജിയോ ബോട്ടണിയോ ഒക്കെ എടുക്കണം. പക്ഷെ പിന്നെ ആലോചിച്ച് ഞാനത് നല്ല തീരുമാനം, സുവോളജി ബോട്ടണി എടുത്ത. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ നോക്കിയപ്പോഴാണ് ബയോകെമിസ്ട്രി. ചുമ്മാ നെറ്റിലടിച്ച സമയത്ത് ബയോകെമിസ്ട്രി. അപ്പൊ തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു ബയോകെമിസ്ട്രി. അവർ വിളിച്ച് അഡ്മിഷൻ കിട്ടി. ഓക്കെ, പോയി. ബയോകെമിസ്ട്രി എടുത്തതിന് ശേഷമാണ് ഇത് സുവോളജി ബോട്ടണി എടുത്താൽ മതിയായിരുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. ഗൗരി നന്ദന്റെ സ്കൂൾ ടൈം എന്ന് പറയുന്നത് 2000-കളിലാണ്, 2000. അത് അല്ലെങ്കിൽ ഒരു 1999 മുതൽ അല്ല 2000 മുതലാണ്. 2006 തൊട്ട് ഒരു 2000 എത്ര വരും? 2020 വരുമായിരിക്കും. 19-20. ഓക്കെ, അതാണ് നിങ്ങളുടെ സ്കൂൾ ലൈഫ്. ഞാൻ ആസ് എ ടീച്ചർ, ഞാൻ എൻ്റെ സ്കൂൾ ലൈഫ് പറയുകയാണെങ്കിൽ ഒരു 80s മുതൽ 93 വരെ വരും. ഞങ്ങളുടെ സ്കൂൾ ലൈഫിലെ മെമ്മറീസ് പറയുകയാണെങ്കിൽ വളരെ ധൈര്യമുണ്ട്. എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫോ സ്കൂൾ ജീവിതമോ ഭയങ്കരമായിട്ട് ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സ്കൂളിലോട്ട് തിരിച്ചു കയറരുത് എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ അവസാനം സ്കൂൾ ടീച്ചറായിട്ട് വരികയും ചെയ്തു. അത് ഞാൻ ചെയ്ത തെറ്റുകളുടെ പാപഫലമായിട്ടാണ് സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അത് വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അടുത്ത് പോയി ഒരു ഡൗട്ട് ചോദിക്കാൻ പോലും മുട്ടുമുട്ടിയിരിക്കും. 2 ബോയ്സും ഗേൾസും തമ്മിൽ
യാതൊരു രീതിയിലുള്ള ബന്ധമില്ല. ബന്ധം ഉണ്ടാകത്തില്ല. പിന്നത്തെ കഥ എന്ന് പറഞ്ഞത് പഠിക്കുന്ന പിള്ളേർ, പഠിക്കാത്ത പിള്ളേർ, ഉഴപ്പുന്ന പിള്ളേർ, അത് ഭയങ്കര തരംതിരിവാണ്. അപ്പം ഇതിലും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരെക്കാട്ടിലും ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ആ അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഉള്ള ക്വാളിഫിക്കേഷൻസ് പറയാം. പഠിക്കാൻ ഞാൻ മണ്ടിയായിരുന്നു, കയ്യക്ഷരം മോശമായിരുന്നു, ഇമ്പോസിഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഞാൻ മുൻപന്തിയിലായിരുന്നു. ഏറ്റവും കൂടുതൽ തല്ലി മേടിച്ചിട്ടുള്ളത് ഞാനാണ്. 10ാം ക്ലാസ് വരെ 8 സ്കൂളിൽ പഠിച്ചിട്ടുള്ളൊരു മഹത്തായ വ്യക്തിയാണ്. ഇവർക്ക് ഈ ക്വാളിഫിക്കേഷൻസ് എല്ലാത്തിനും പുറമെ എനിക്കുണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അമിതമായ വണ്ണം. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു, അതും ബാക്ക് ബെഞ്ച്. ഫ്രണ്ടിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ബോർഡ് കാണത്തില്ല എന്ന് പറയും, അതുകൊണ്ട് ഫ്രണ്ടിലിരുത്തൂല. സൈഡിലിരുത്തി കഴിഞ്ഞ് ഞാൻ മറ്റൊരു ചെരിഞ്ഞു പോകുമെന്ന് പറയും, അതുകൊണ്ട് ബാക്കിൽ നടുക്കായിട്ടൊരു ബെഞ്ച്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അന്ന് ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ എവിടോട്ടേലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് റേഷൻ കടയിലാ, പിന്നെ എവിടെ നിന്ന് അരി വാങ്ങുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരികയും അത് നമ്മുടെ ആത്മവിശ്വാസത്തെ നന്നായിട്ട് ഭയങ്കരമായിട്ട് അത് ചെയ്യും. അതുപോലെ പഠിക്കാൻ നമ്മൾ പുറകോട്ടാണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിപാടിക്ക് നമ്മൾ എടുക്കൂല. പണ്ട് പിന്നെ കാണാൻ കൊള്ളാവുന്ന ഇച്ചിരി ഇതൊക്കെയുള്ള അങ്ങനെ സെലക്റ്റീവായിട്ടുള്ള നല്ല കുടുംബത്തിലുള്ള അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ആനുവൽ ഡേ പ്രോഗ്രാം, ക്യൂസ്, അങ്ങനെ എന്തെങ്കിലും. ഇപ്പം ഞാനൊക്കെ കൊച്ചുനാളിന് പോലെ ഡാൻസ് പഠിക്കുന്നതായിരുന്നു. ഒരു 3ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഡാൻസ് പഠിച്ചൊരു അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുമായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ വണ്ണം വെച്ചു. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഒരു മൈക്ക് അനൗൺസ്മെന്റ് വന്നു, നിങ്ങളിൽ ആരെങ്കിലും ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ യൂത്ത് ഹോസ്റ്റലിന് വേണ്ടിയാണ്, ഇന്ന സ്ഥലത്ത് എല്ലാം പറഞ്ഞു. അപ്പം ഞാൻ ഡാൻസ് അറിയാമെന്നുള്ള അഹങ്കാരത്തിൽ വലിയ കാര്യത്തിൽ ആ മുറിക്കകത്തോട്ട് കയറി ചെന്ന് കാലെടുത്ത് വെച്ചത് ടീച്ചർ പറഞ്ഞു, എടുത്താൻ വരണ്ട, ഇത്രയും വണ്ണമുള്ളവരാകുമ്പോഴത്തേക്കും ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പയ്യെ ഇറക്കി വിട്ടു. അപ്പം നമ്മുടെ അന്നത്തെ കാലത്തെന്ന് പറയുന്നത് സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ട്രോമയാണ്. ഈ ട്രോമ ഇല്ലാത്തവരുണ്ട്, അത് ഈ ഫ്രണ്ട് ബെഞ്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയും പോസിറ്റീവായിട്ട് പഠിക്കുന്ന കിഡിലോസ്കികളായിരിക്കാം. പക്ഷെ എന്നെ പോലത്തെ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിന് എൻ്റെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത്, പക്ഷെ ആ ഒരു സ്കൂൾ മെമ്മറീസ് കൊണ്ട് എന്താണ് ലാഭം ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഞാൻ പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഇങ്ങനെ പിള്ളേരോട് പെരുമാറരുത്, അല്ലെങ്കിൽ പിള്ളേർക്ക് ഇങ്ങനെ സെക്ടറായിട്ട് തിരിക്കരുത്, ബോഡി ഷെയിം ചെയ്യരുത്, കറുത്തിട്ടാണ് വെളുത്തിട്ടാണ്, ഇപ്പം അങ്ങനെയാണ്. ഇപ്പം ഞാനൊക്കെ ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ ചിലരുടെ ഇരട്ടപ്പേര് കാക്ക, ചിലരുടെ ഇരട്ടപ്പേര് പ്രാവ്, ഇങ്ങനെ ഒരു പശു, പല പല ഇരട്ടപ്പേരിട്ട് പിള്ളേർ വിളിക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ ഇങ്ങനെ ആലോചിക്കും. പക്ഷെ ഈ ബോഡി ഷെയ്മിങ് ഇന്ന് തീരെ പാടില്ല എന്ന് പറയുന്നൊക്കെയുണ്ട്. പക്ഷെ അത് അനുഭവിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്നെ ആരെന്ത് പറഞ്ഞാലും നോട്ട് ബോതേർഡ്, നമ്മളത് ഫേസ് ചെയ്യാൻ പഠിക്കും. മറ്റേത് അന്തകാലത്തെ അവസ്ഥയിൽ ഒത്തിരി എനിക്ക് ഭയങ്കര ഒരു സ്റ്റേജിലോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് വന്ന് ബ്ലാക്ക് ബോർഡിൽ എന്തെങ്കിലും എഴുതാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് വിറയലാണ്. 4 പേരുടെ ഫ്രണ്ടിൽ നിന്ന് വർത്താനം പറയാൻ മടിയാണ്. ഉടുപ്പൊക്കെ ഇങ്ങനെ കുടവയർ പുറത്ത് കാണുമെന്നും പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ തള്ളി പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. നമ്മൾ നടക്കാൻ പറയുമ്പോഴത്തേക്ക് എൻ്റെ കാലിങ്ങനെ മുടന്തുമായിരുന്നു. കാരണം നമുക്ക് നമ്മളെ പറ്റി തന്നെ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകുമ്പോൾ. പക്ഷേ ഇപ്പം എനിക്ക് അതേ വണ്ണമുണ്ട്, അതേ കുടവയറുണ്ട്, എല്ലാം ഉണ്ട്, ബട്ട് ഐ ഡോണ്ട് ബോദർ. ഞാനിപ്പം എൻ്റെതായ ഇഷ്ടത്തിലുള്ള ഡ്രസ്സിങ്ങിലും കാര്യങ്ങളും നടക്കുന്നത്, ഐ എം റെഡി ടു ഫേസ്. പക്ഷെ ഇന്നത്തെ പിള്ളേർ അങ്ങനെ അല്ല, അല്ലേ? ഗൗരിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇന്നത്തെ പിള്ളേർ ഇപ്പം ഗൗരിയെ തന്നെ എന്തെങ്കിലും രീതിയിൽ ബോഡി ഷെയിം ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഇറ്റ് ഹേർട്ട് യു? എനിക്ക് ഓപ്പോസിറ്റ് ഉള്ള ബോഡി ഷെയിമിംഗ് ആണ്, വണ്ണം വെക്കുന്നില്ല എന്നുള്ള ബോഡി ഷെയിം. പക്ഷെ ഞാനത് ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കണം. എനിക്ക് ഈ ബോഡി ഭയങ്കര കംഫർട്ടബിളാണ്. പല നല്ല രീതിയിൽ മാറും. നിനക്കെന്ത് ബാക്കി എന്തും കഴിക്കാം, ഒരേ ബോഡി ആയിട്ടിരിക്കും. ഞാൻ ചിലപ്പോ തോന്നും ഇപ്പം ചിലരെയൊക്കെ കാണുമ്പോൾ എനിക്ക് അതുപോലെ ബോഡി വരണമെന്നായിരിക്കും. പിന്നെ ആരെയും മെയിൻറ്റെയിൻ ചെയ്യണ്ടില്ല. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ജിമ്മിൽ പോവുകയും വർക്കൗട്ട് ചെയ്യുന്ന പിള്ളേർ കൂടെയാണ്. അവർക്കൊക്കെ മെലിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഇച്ചിരി
ഇതായിട്ടിരിക്കുന്നൊന്നും പറ്റുന്നില്ല. എല്ലാം നല്ല ജിമ്മന്മാരായിട്ട്. എന്റെ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇതൊരു ഒരു ചിന്താഗതിയുടെ പ്രോബ്ലം. ഈ ബോഡി എങ്ങനെ ഇരിക്കുന്നു എന്നല്ല, എത്ര കാലം ജീവിക്കാൻ പറ്റണം ആ ബോഡി ഉണ്ടാകണം. ഇവിടെ ജിമ്മിൽ പോയിട്ട് ഇപ്പം നമ്മളെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആക്ടറൊക്കെ പുനീത്തൊക്കെ 50ാമത്തെ വയസ്സിൽ ജിമ്മിൽ പോയ പുള്ളി മുകളിലോട്ട് പോയത് എന്നുവെച്ചാൽ ഈ നമ്മുടെ ബോഡിക്ക് അത് ഈ വർക്കൗട്ട് താങ്ങാനുള്ള കഴിവാണ്. ഓരോരുത്തരുടെ ബോഡി ഡിഫറെന്റ് ആണ്. ഇത് നമ്മൾ ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത് ഇതൊന്നും ആരും ചിന്തിക്കൂല. ഇങ്ങനെ അവൻ ബോഡി ഷെയിം ചെയ്യാ, അവൻ തടിച്ചിരിക്കുന്നു, ആ എലുമ്പായിട്ടിരിക്കുന്നു, നീർക്കോലിയായിട്ടിരിക്കുന്നു, എന്ന് വെച്ചാൽ കോലി പോലെ ഇരിക്കുന്നു. അത് ഒരു രീതി പറഞ്ഞാൽ അവർക്ക് ആ സമയത്ത് അവരുടെ നല്ലൊരു ടൈമിൽ അത് എസ്പെഷ്യലി ടീനേജ് അല്ലെങ്കിൽ അഡോളസൻസ് ടൈമില് അതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ആവും. നമ്മൾ ഐശ്വര്യ റായെ പോലെ ഇരിക്കാൻ ആഗ്രഹിക്കുമ്പോ നമ്മളെ വന്നിട്ട് മാനക്കുട്ടി പോകുന്നു, വീപ്പക്കുട്ടി പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ച് ഇവർക്ക് അത് ഈ പറയുന്ന ആൾക്കാർക്ക് തിരിച്ച് അത് ലൈഫിൽ പിന്നെ അവർക്ക് വരും. ഇപ്പോഴും ഒരാളുടെ ബോഡി ഞാൻ റിട്ടേൺസിലാണോ വിശ്വസിക്കുന്നത്? കർമ്മ റിട്ടേൺസ് അല്ല, അവരുടെ ബോഡി ഇതിന് നമുക്ക് എല്ലാവരും ഒരുപോലെ ഇരിക്കും. ഇപ്പൊ ബയോളജിക്കലി തന്നെ അവർക്ക് എന്തെങ്കിലും വരും. ഇപ്പൊ എനിക്ക് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് 12 കൊള്ളാരെന്ന് ഞാൻ ആലോചിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. വണ്ണം വെച്ചിരുന്നേ കൊള്ളാരെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ തോന്നുന്ന ആ വണ്ണം വേണ്ട, അത് നമ്മുടെ ഇഷ്ടം പോലെ. എല്ലാവർക്കും വണ്ണം വെക്കും. അത് ഓരോരുത്തരുടെ ചിലപ്പോൾ സ്ട്രെസ് ആകുമ്പോഴും ചിലപ്പോൾ ബോഡി മാറ്റും. സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. രാത്രിയിലൊക്കെ നട്ടപ്പാതിരക്ക് എണീറ്റ് അച്ചാറിന്റെ കുപ്പി എടുത്തോണ്ട് പോയിട്ട് ഫുൾ അടിച്ച് കയറ്റുന്ന പരിപാടി അതൊക്കെ ഉണ്ടായിരുന്നു. ഈ ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. അല്ല, ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കൂളുമായിട്ട് കണക്റ്റഡ് അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു പോയിന്റ് വരെ ഒന്നെങ്കിൽ ടീച്ചർ ഇപ്പൊ കുട്ടികൾ പറയുന്നത് നമുക്ക് അവരെ ഒരു പോയിന്റ് വരെ ഒന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് മുതിർന്നവർ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടോ ആയിരിക്കും അവരിത് റിപ്പീറ്റ് ചെയ്യുന്നത്. വീട്ടിൽ ചിലപ്പം അവനെ വിളിക്കുന്ന അങ്ങനെയായിരിക്കും, എടാ തടിയ. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഗൗരി പറഞ്ഞു ഗൗരിക്ക് ക്യൂസിന് പണ്ടൊന്നും ചാൻസ് കിട്ടിയിരുന്നില്ല. പിന്നീട് നിങ്ങൾ അങ്ങോട്ട് പോയി പറഞ്ഞു ചാൻസ് വേണമെന്ന് പറഞ്ഞു. ഇൻ കേസ് ഗൗരി ഒരു ടീച്ചർ ആവുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ എങ്ങനെ കുട്ടികളെ സെലക്ട് ചെയ്യും? അവർക്ക് ഒരു ക്വാളിഫൈഡ് ആണ്. ഇപ്പം ഞാൻ അങ്ങനെ നോക്കിയാൽ ഏറ്റവും ടോപ്പേഴ്സ് അല്ലേ ക്വാളിഫൈഡ് ആവത്തുള്ളൂ? അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ട്യൂഷന് പോകുന്നത് ബേസിക്കലി വേണ്ടത് ആ ഒരു ഞാൻ ട്യൂസ് മാസ്റ്റർ ആയിരുന്നു, അതായത് എനിക്കറിയാം ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത് അറിയാമെന്നുള്ളത് തന്നെ ആ വിവരമല്ല വേണ്ടത്, ലോജിക്കും ഒരു ഗസ്സിങ് കപ്പാസിറ്റിയാണ് വേണ്ടത്. അപ്പം കൂട്ടത്തിലുള്ള ആൾക്ക് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾ. എന്നാലും ജി കെ ക്വസ്റ്റ്യൻസ് ഉത്തരം പറയാം. ജി കെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ജി കെ ഒരു പൊതുവിജ്ഞാനം ഉണ്ടായിരിക്കണം. അതിപ്പം ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും കാണില്ല എന്നുള്ളത് 100%. കാരണം അവർ ബുക്കിലോട്ട് മാത്രം നോക്കുന്ന ആൾക്കാരാണ്. ഇനി അവർക്ക് ഉണ്ടെങ്കിൽ പോലും അവര് ഇപ്പൊ ഒരു കാര്യം ഒരു പർട്ടിക്കുലർ കാര്യം മീഡിയോക്കേഴ്സ് ആണ് സാധാരണ ക്യൂസിൽ കയറി വരിക എന്നാണ്. അങ്ങനെ ഞാൻ ഒരാളെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നില്ല. കൺസെപ്റ്റ് ഇല്ല, കോൺസെപ്റ്റ് കൊടുക്കുന്നില്ല. വേണമെങ്കിൽ അവർക്കൊരു ഞാൻ തന്നെ ഒരു ടെസ്റ്റ് കൊടുക്കും. അവർക്ക് ഓരോ ടൈം ഇങ്ങനെ ടെസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കും. അവര് വരുന്നവർക്ക് ഈക്വൽ ആയിട്ട് ചാൻസ് കൊടുക്കും. ഒരു സ്കൂളിലെ 600 പിള്ളേരെ സെലക്ട് ചെയ്യണമെങ്കിൽ 600 പിള്ളേരെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് വീണ്ടും ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് പിന്നെയും ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് അതിലെ ബെസ്റ്റിനെ സെലക്ട് ചെയ്യുന്ന ഏർപ്പാട്. ഓക്കെ, അതാണ് ഇപ്പൊ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പല സ്കൂളിലും അങ്ങനെ മെനക്കെടാൻ നിൽക്കാത്തത് കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യുന്ന പിള്ളേരെ അങ്ങ് സെലക്ട് ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് ചാൻസ് കിട്ടാതെ പോകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചാൻസ് കിട്ടിയിട്ട് കിട്ടാതെ പോയ പിള്ളേരെ പറ്റി എന്തായിരിക്കും നിങ്ങളുടെ ഐഡിയ? അവരും ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ ഒരിടത്ത് ഒരു പൊസിഷനിൽ കയറി കഴിഞ്ഞു, ഇനി എന്റെ പൊസിഷനിൽ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ഇപ്പം പേഴ്സണൽ ഉള്ളതാണെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ എനിക്ക് വീക്ക് ആയിട്ടുള്ള പോയിന്റുകളുണ്ട്. ഞാൻ അതിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞു വിടാറുണ്ട്. ഓക്കെ, എനിക്ക് ഇത് അറിയത്തില്ല, നീ പൊയ്ക്കോ. ഉദാഹരണം മാത്സിന്റെ ഒരു ക്യൂസിന് ഞാൻ പോയാൽ പറ്റത്തില്ല. ഓക്കെ, എനിക്ക് അറിയാവുന്ന 2 പേരുള്ള അവരിപ്പം ട്യൂഷന് പോവാത്തവർക്ക് പോലും ചിലപ്പോൾ ഓക്കെ നീ പൊയ്ക്കോ, നിനക്ക് നല്ലതായിരിക്കും, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞു വിടാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രൈ ചെയ്യാം. ഇപ്പൊ എനിക്ക് ഒരേപോലെ സംഭവങ്ങൾ എപ്പോഴും വരത്തില്ല ട്യൂഷന്. ചിലപ്പം ജനറൽ വരാൻ, അതായത് എല്ലാവരും ഈക്വൽ ആയിട്ട് കാണാൻ പറ്റില്ല. ഇല്ല, ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് കഴിയും. ക്യൂസിന് പോലും ഓരോ കാറ്റഗറി. ഇപ്പൊ എനിക്ക് എന്റെ എക്സ്പെർട്ടൈസ് പോലെ ആയിരിക്കത്തില്ല. ചിലർക്ക് സ്പോർട്സിന് ഭയങ്കര ഇതായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാം. അപ്പൊ എല്ലാ കുട്ടികളും ഒരുപോലെ കാണണമെന്ന് ആഗ്രഹിക്കുന്നതിനെ പറ്റി എന്താ? അതായത് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം, ഒരു സൊസൈറ്റി എല്ലാരും ഒരുപോലെ കാണണം ആഗ്രഹിക്കുന്ന എന്റെ ഒരു പേഴ്സണൽ എന്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ എല്ലാവരും ഈക്വൽ അല്ല, എല്ലാവരും ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആണെങ്കിലും അതൊരു സ്യൂഡോ പരിപാടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മള് പിന്നെ ഇവര് അങ്ങനെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്താന്ന് വെച്ചോ, പുറത്ത് പോകുമ്പോൾ ഈക്വൽ ആയിട്ടല്ലല്ലോ ട്രീറ്റ് ചെയ്യുന്നത്. എവിടെ പോയാലും ലോകത്ത് എവിടെ പോയാലും അവർ ഈക്വൽ ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനീക്വാലിറ്റി അതിൻ്റെ അകത്തുണ്ട്, ഉണ്ടാവണം. അപ്പൊ നമ്മള് മോശമാണെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. മോശം അത് ബെറ്റർ ആവാൻ ശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നു. മോശമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിന് ഇപ്പൊ എന്നെ പോലത്തെ ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റിന് എത്രയൊക്കെ തലകുത്തി നിന്നാലും മാത്സ് പറ്റത്തില്ല.
അപ്പൊ ഞാനത് അക്സെപ്റ്റ് ചെയ്യണോ അതോ ഞാൻ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കണോ? രണ്ട് വഴിയുണ്ട്. നമുക്ക് മാത്സ് പറ്റില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ പാസ്സാവുക, കൂടുതൽ കോംപ്ലക്സ് ആവാതില്ല. ഞാൻ അങ്ങനെ, എനിക്ക് മാത്സ് പറ്റില്ല ആ സമയം. ഇപ്പൊ എനിക്ക് മാത്സ് ഇഷ്ടമാണ്. ഇപ്പൊ ഈ കുറച്ചു കാലമായിട്ട്. അതിന് മുമ്പായിരുന്നു എനിക്ക് മാത്സ് എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്റെ കൂടെ ഉണ്ടാകുന്ന ടോപ്പറിനെ പോലെ ഞാൻ ആവാൻ ശ്രമിച്ച എനിക്ക് അത് സമയം വേസ്റ്റാണ്, ബാക്കിയുള്ളതും കൂടെ പോകും. എന്നുവെച്ചാൽ എന്റെ ഒരു പേഴ്സൺ വെച്ചാൽ നമുക്ക് ഓക്കെ ഇത് പ്രോബ്ലം ആണ്, അപ്പൊ നമ്മള് ഓക്കെ നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ഒക്കെ ചെയ്യും, പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്കും. പക്ഷെ ഉള്ളതും കൂടെ കളഞ്ഞിട്ട് ചെയ്യും, പ്രാക്ടിക്കലായിട്ട് ചെയ്യാം. അല്ല നമ്മളയ്യോ കുറഞ്ഞതാണ് അതാണ്. സിനിമ പോലെ അല്ല ലൈഫ്, കുറച്ച് പ്രാക്ടിക്കൽ ആവും. സിനിമ പോലെ അല്ല ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സിനിമ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ മറ്റൊരു പ്രതിച്ഛായയോ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ ടൈമില് കാണിക്കുന്നത്. പക്ഷെ ഞാൻ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ കുട്ടികളുടെ ഇടയിൽ ടൈം ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ ഇന്ന് തന്നെ പേഴ്സണലി നടന്നു. ഇപ്പൊ ഒരു സമയത്ത് വരണമെന്ന് പറഞ്ഞ ആ സമയത്ത് എത്തണം എന്നുള്ളൊരു ഇത് വേണം. അപ്പം അത് എത്തിയില്ലെങ്കിൽ അവർക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവണം. കാരണം ടൈം ബാക്കി എന്ത് നമുക്ക് പിടിച്ചു നിൽക്കണം, ടൈം പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലൈക്ക് അത് ആ ഒരു മൈൻഡ്. ഇപ്പൊ അത് തന്നെയാണ് എല്ലാ കാര്യത്തിലും. ഇപ്പം പഠിത്തത്തിന്റെ കാര്യത്തിലായാലും ഓക്കെ നമ്മൾ എവിടെ ടൈം സ്പെൻഡ് ചെയ്യണം. ഓക്കെ ഇത് ഞാൻ മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഓക്കെ ഭാവിയിൽ എനിക്ക് മാത്സിലൂടെ പോകാൻ പറ്റും എന്ന ആ ഒരു പ്രാക്ടിക്കൽ തിങ്കിങ് സ്കൂളിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ വരാം. ഓട്ടെ, എനിക്ക് ഇത്രയും കൂടെ ചോദിക്കാനുള്ളൂ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ മെമ്മറീസ് ആണ് വെച്ച് അലക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ടോപ്പിക് അതിൽ നിന്നൊക്കെ ഒത്തിരി മാറിപ്പോകുന്നുണ്ട്. ഗൗരിയുടെ ക്ലാസ്സിൽ ഇപ്പം അത്ര സ്മാർട്ട് അല്ലാത്ത ഒരു കുട്ടിയുണ്ട് എന്ന് ഗൗരി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായിക്കാൻ ശ്രമിച്ചു. ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം. ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെ? എളുപ്പത്തിൽ മോട്ടിവേറ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് വിടാം. മോട്ടിവേഷൻ ആണോ? പിന്നെ എനിക്ക് ഒന്ന് കഴിയാം. അവൻ ആ സമയത്തൊക്കെ അവര് എനിക്കറിയാൻ രണ്ടു മൂന്നൊരു ഭയങ്കര ബുള്ളി ചെയ്യുന്ന അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അപ്പം മോട്ടിവേഷൻ നമ്മുടെ ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴും മോട്ടിവേഷൻ ഒരു കുറവില്ല. അന്ന് മോട്ടിവേഷൻ ചെയ്യുന്നത് ഭയങ്കര കാര്യമായിരുന്നു. ഇപ്പൊ മോട്ടിവേഷൻ ഒന്നും ഇങ്ങനെ ചെയ്താലും ഞാൻ പറയും ഞാൻ എന്റെ അഭിപ്രായമാണ്, നിനക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ എനിക്ക് സമയം ഉള്ളതുകൊണ്ട് ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ ഒരു കഥ ഞാൻ കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക ഈ ടോപ്പിക്കിൽ. എൻ്റെ സ്കൂൾ മെമ്മറീസിലുള്ള ഒരു കഥയാണ് കേട്ടോ. അപ്പം ഞാനൊരു സ്കൂളിൽ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം എൻ്റെ ക്ലാസ്സിൽ ആപ്പാടെ 5 പെൺപിള്ളേരേ ഉള്ളൂ. 5ാമത്തെ പെണ്ണ് ഞാൻ. ബാക്കി 4 പേരും ഒരുമിച്ച് നടക്കും. ഈ എന്നോട് വലിയ കമ്പനിയൊന്നുമില്ല. കാരണം ഞാൻ പഠിക്കാൻ വേണ്ടിയാണ്. അതാണ് പ്രശ്നം. പിന്നെ തിന്നുന്നതുകൊണ്ട് വീമ്പ് കുറ്റിയായതുകൊണ്ട് ക്ലാസ്സിൽ കംപ്ലീറ്റ് ആകുമ്പോൾ എപ്പോഴും കളിയായിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു അഡോളസെന്റ് ഏജില് ആൺകുട്ടികളെ കളിയാക്കുന്ന വ്യക്തിനെ നമ്മൾ ഒറ്റപ്പെടുത്തും. എന്നിട്ട് ആൺകുട്ടികളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ആ പെൺപിള്ളേർ മാക്സിമം ആയിട്ട് ഒരു മേക്കപ്പ് ഇട്ട് നടക്കും. എനിക്ക് പിന്നെ ആൺപിള്ളേരും പ്ലീസ് ചെയ്യേണ്ട പെൺപിള്ളേരും പ്ലീസ് ചെയ്യേണ്ട വല്ലതും തിന്നാ മതിയായിരുന്നു. അപ്പം ഈ പറയുന്ന പോലെ ഒരു 4 പെൺപിള്ളേർ അവർ ഫ്രണ്ട്സാണ്. ഞാൻ ബാക്ക് ബെഞ്ചിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതില് ഒരു കുട്ടി, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു സമയത്ത് വന്നിട്ട് അവൾ പഠിക്കാനും മോശം എന്ന്. പക്ഷെ പഠിക്കാൻ മോശമാണെങ്കിലും മറ്റു ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് കൊച്ചുനാളുകളിൽ പഠിച്ചതുകൊണ്ട് ആ ക്ലബിന്റെ അവള് കയറി. ഇവൾ എന്നിട്ട് വന്നിട്ട് ഒരു ദിവസം എന്നെ മാറ്റി നിർത്തിയിട്ട് ആരും കാണാണ്ട് എന്നോട് സംസാരിച്ചു. അതെ, എന്നെ ഒന്ന് സഹായിക്കാവോ, അത്യാവശ്യം ഫാദറിന് ഇപ്പം ജോലിയൊന്നുമില്ല, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ഒരാളൊരു സഹായമായിട്ട് അഭ്യർത്ഥന വന്നത്. അപ്പം മാത്രമല്ല, താനിടുന്ന ഡ്രസ്സൊക്കെ നല്ല രസമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിലെ മദർ തെരേസ ഉണർന്നു. ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ പോയി അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും ഒരു ജോലി സെറ്റ് ചെയ്യാവുമെന്ന് നോക്കി. പിന്നെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ഫീസൊക്കെ അടയ്ക്കാനുള്ള പൈസയൊക്കെ മേടിച്ചു. അപ്പം അച്ഛനും മോള് പൊതുസേവനത്തിന് ഇറങ്ങുന്നതുകൊണ്ട് ശരി നീ സേവിച്ചിട്ട് വന്നോളൂ. പിന്നെ എൻ്റെ അത്യാവശ്യം നല്ല ഉടുപ്പൊക്കെ കൊടുത്തു. ഈ സാധനമല്ല ഇവിടെ വാങ്ങും, പക്ഷെ ആരും കാണാണ്ട് ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെയാണ് വാങ്ങുന്നത്. എല്ലാം വാങ്ങി അവസാനം ആ കുട്ടിയുടെ, എൻ്റെ ഫാദറിന് അത്യാവശ്യം കുറച്ച് പിടിപാടുണ്ടായിരുന്നതുകൊണ്ട് ഒരു ജോലിയും മേടിച്ചു കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ സോൾവ് ആയി. അപ്പം ഞാൻ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്. പണ്ടത്തെ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, കൊടുത്താൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കണമെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കൂ. ഇവിടെ ഇനി എൻ്റെ അടുത്ത് അത്യാവശ്യം സൗഹൃദം. അപ്പം ഞാൻ പിന്നെ പുള്ളിക്കാരത്തെ പരസ്യമായിട്ട് കാണുമ്പോൾ ഹലോ എന്നാ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയാൻ പോകും. അപ്പൊ ഇവിടെ മൈൻഡ് ചെയ്യാണ്ടായി. അപ്പൊ ഒരു 3-4 തവണയായപ്പോഴത്തേക്കും ഒട്ടും മൈൻഡ് ഇല്ലാണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ മാറിയിരിക്കുമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് വന്നോടോ, താനിങ്ങനെ പരസ്യമായിട്ട് വന്ന് എന്നോട് മിണ്ടരുത്, നാണക്കേടാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് എന്നോട് പറഞ്ഞോളാം. അതോട് പൊതുസേവനവും നിന്നു, മദർ തെരേസയും നിന്നു.
എന്നുവെച്ചാൽ അന്നത്തെ കാലഘട്ടത്തില് അങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ കാലത്ത് അത്രയും ബുദ്ധിമുട്ടുള്ള പിള്ളേർ ഉണ്ടാവുകയാണെങ്കിൽ അവർ പുറത്ത് പറയില്ലായിരിക്കും. നമുക്ക് മോട്ടിവേഷൻ കൊടുക്കാനൊന്നും പറ്റത്തോ ഒന്നുമില്ല. പക്ഷെ ആ രീതിയിൽ അവഗണിക്കപ്പെടുകയും നമ്മൾ പക്ഷെ അതിൽ നിന്ന് എന്ത് പാഠം പഠിച്ചു, മറ്റുള്ളതിന് 5 പൈസയുടെ സഹായം ചെയ്ത് കൊടുക്കരുത് എന്നുള്ള ഭാരപാഠം സ്കൂളിൽ നിന്ന് കിട്ടി. അങ്ങനെ ഞാൻ പണ്ടേ പിശുക്കിയാണ്, ഇപ്പൊ ഭയങ്കര പിശുക്കിയായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സ്കൂൾ മെമ്മറീസ്. എൻ്റെ എന്ന് പറയുന്ന 80-90 കാലഘട്ടത്തെ സ്കൂൾ മെമ്മറിയും ഇത് 2000-ലെ മെമ്മറികളും ഇനി വരാൻ പോകുന്ന അതിനേക്കാളും തീവ്രമായി. പിള്ളേർക്ക് മെമ്മറിയേ കാണുന്നില്ല. കാരണം പോകുന്നു, പഠിക്കുന്നു, മൊബൈലിൽ കയറുന്നു, വെർച്വൽ മെമ്മറീസ് ആയിരിക്കാനാണ് ചാൻസ്. അത് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടയിൽ സേവ് ചെയ്ത് വെക്കേണ്ട ഗതികളിലായിരിക്കും. സോ ഞാനൊക്കെ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പില്ലാതെ സ്കൂളിൽ പോയതും ഒറ്റ നോട്ട്ബുക്കിൽ പഠിച്ചതും അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഉച്ചക്കഞ്ഞി കുടിച്ച കഥയൊക്കെ ആയിരിക്കും പറയുന്നത്. അവർക്ക് കുറച്ചും കൂടെ ആഴവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ വന്നപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു തേഫ് ബാക്ക്ഗ്രൗണ്ട്. എനിക്ക് ഗൗരി വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാഴ്ചപ്പാട്. ഗൗരി നല്ല പ്രാക്ടിക്കലാണ്, പക്ഷെ ഇങ്ങനെ പ്രാക്ടിക്കൽ മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഒരു ഓൺട്രപ്രണർഷിപ്പ് ഒക്കെ വേണമെങ്കിൽ you need to be focused, you need to have എന്താ പറയാ മോട്ടിവേറ്റഡ്, you need to be positive. അതെല്ലാം എനിക്ക് തോന്നുന്നു സ്കൂൾ ലൈഫിലെ മെമ്മറീസിൽ നിന്നും you have earned it, അല്ലേ? അപ്പം ഇത്രയും നല്ല വാക്കുകളോടുകൂടി ഞങ്ങളുടെ ഈ സെക്ഷൻ ഞങ്ങളോട് അവസാനിപ്പിക്കുന്നു. ഹോപ്പ് യു ഓൾ എൻജോയ്. ഹാവ് എ നൈസ് ടൈം. ബൈ. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ മെമ്മറീസ് വല്ലതും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അനുഭവങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫീലിംഗ് എന്നുള്ളത് ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ് us. ബൈ.